ഹായ്. സാർ എന്ത് മോട്ടീവിലായിരിക്കും ജിമ്മിൽ വന്നിട്ടുള്ളത്? ഞാനൊരു 2 വർഷമായി ഈ ജിമ്മിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ജോൺസിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ. പക്ഷേ ഞാനൊരു 10 വർഷമായിട്ട് ഞാൻ സൈക്ലിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2016 തൊട്ട് ഞാനിങ്ങനെ സൈക്ലിങ്ങിലുണ്ട്. മേജർ ഇവൻറ്റുകളെല്ലാം ഞാൻ പോകാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് മാസ്റ്റേഴ്സിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്ക് 54 ഇയേഴ്സായി. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ല. എനിക്ക് സൈക്ലിങ്ങിന് എനിക്കൊരു കോച്ചുണ്ട്. അപ്പോൾ പുള്ളി തന്നെയാണ് പറയുന്നത് സ്ട്രെങ്തനിങ് ആവശ്യമാണ്. അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ ജോൺസ് ജിമ്മിൽ ഒരുപാട് പ്രൊഫഷണൽസ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പോ സാറിനൊക്കെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അതുമായിട്ട് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? അത് പ്രോപ്പറായിട്ട് ആദ്യം റീഹാബ് എന്താണോ ഇഞ്ചുറി അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ റീഹാബ് ആദ്യം കൊടുക്കും. അതല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷന് ശേഷം റീഹാബ് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത് നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ തിരിച്ച് വീണ്ടും വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് ഉടനെ വരത്തും. നമ്മളിപ്പോൾ ലെഗ് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഐസിൽ ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് സെറ്റിൽ ഡൗൺ ആയിട്ട് പതിയെ അവരുടെ സ്ട്രെങ്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും.